ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് പാവയ്ക്ക കറുമുറു ഉണ്ടാക്കാം. അതിനായിട്ട് 2 പാവയ്ക്ക എടുക്കുക, നന്നായി കഴുകുക, വൃത്തിയാക്കുക. എന്നിട്ട് അതിൻ്റെ രണ്ടറ്റവും മുറിച്ച് കളയുക. എന്നിട്ട് നമുക്കത് ചെറുതായി അങ്ങ് അരിയുക. ഭയങ്കര കനം കുറച്ചരിയണേ, നമുക്കിത് ഉണക്കാനുള്ളതാണ്. അതുകൊണ്ട് തന്നെ നന്നായി കനം കുറച്ചാണ് ഞാനിത് അരിയുന്നത്. കനം കുറച്ചരിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഉണങ്ങി കിട്ടും. അപ്പോൾ ഒരുപാട് ദിവസമൊന്നും എടുക്കില്ല, 2 ദിവസം കൊണ്ട് തന്നെ നമുക്ക് ഉണങ്ങിയൊക്കെ കിട്ടും. ഞാൻ ഈ കയ്പ്പയ്ക്ക കഴിക്കാത്ത ആളാണ്, എനിക്കിഷ്ടമല്ല, കയ്പ്പാണല്ലോ. പക്ഷേ ഇങ്ങനെ ഉണ്ടാക്കിയാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ അമ്മച്ചമ്മ പണ്ട് ഉണ്ടാക്കി തരുമായിരുന്നു ഇതിങ്ങനെ. പ്രത്യേകിച്ച് വെജിറ്റേറിയൻ ആയ ദിവസം, നമുക്ക് നോൽമ്പ് വ്രതം അങ്ങനെയുള്ള ടൈമിലൊക്കെ ഇത് ഉണ്ടാവും എന്തായാലും. കാരണം മീൻ വറുത്തതൊന്നും കടിക്കാനില്ലെങ്കിലും നമുക്ക് പപ്പടവും അതേപോലെ തന്നെ ഈ കയ്പ്പയ്ക്ക വറുത്തതൊക്കെ ഉണ്ടെങ്കിൽ കടിക്കാനായിട്ട് ഒരു രസമാണ്. നമുക്ക് ചോറുണ്ണാനൊരു ചൊടി വരും. നെക്സ്റ്റ് പരിപാടി, നമുക്കതൊരു വലിയ പാത്രത്തേക്ക് ഇടുക. എന്നിട്ട് അതിൻ്റെ കുരുകളൊക്കെ അങ്ങോട്ട് സെപ്പറേറ്റ് ചെയ്ത് കളയാം. ഞാനിങ്ങനെ ഫസ്റ്റ് തന്നെ അതിൻ്റെ കുരുകൾ കളയാറില്ല, ലാസ്റ്റ് അരിഞ്ഞതിന് ശേഷമാണ് അതിൻ്റെ കുരുകൾ സെപ്പറേറ്റ് ചെയ്യാറ്. കുറേ കുരുവൊക്കെ താഴെ കിട്ടിയിട്ടുണ്ടാവും നമുക്ക്. അതിന് ശേഷം നമുക്ക് അതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളകുപൊടി ഉപ്പ് ഇടുക. അതിന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ആ മിക്സിങ്ങിൽ നമ്മുടെ എല്ലാ ഭാഗത്തും അത് എത്തിയിട്ടുണ്ടാവണം. ഞാൻ മുളക് പൊടി ഇട്ട് കൊടുക്കാറുണ്ട്, കുറച്ച് എരിവൊക്കെ ഇരുന്നോട്ടെ. പിന്നെ പൊടികൾ കൂടുതൽ വരുന്നുണ്ടെങ്കിൽ അത് താഴെ ഉണങ്ങുമ്പോൾ പൊക്കോളും. അതിന് ശേഷം ഞാനൊരു വലിയ കവർ എടുക്കുകയാണ് ചെയ്തത്. നമ്മൾ പച്ചക്കറിയൊക്കെ കൊണ്ടുവരുമ്പോൾ വലിയ കവർ ഉണ്ടാവില്ലേ, അതിനൊന്ന് സൈഡൊക്കെ ഒന്ന് കീറി വലിയൊരു പായ പോലെ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിത് കൊണ്ടുപോയി വിരിച്ച് അതിൽ വെച്ച് ഉണക്കാമല്ലോ. അതിന് വേണ്ടിയിട്ടാണ്, ക്ലീനായ ഒരെണ്ണം കിട്ടാൻ വേണ്ടിയിട്ട് പുതിയതൊരെണ്ണം എടുത്ത് അങ്ങനെ ചെയ്തതാണ്. അതങ്ങനെ നേരെ ടെറസിൽ കൊണ്ടുപോവുക, വിരിച്ചിടുക. എന്നിട്ട് ഓരോന്നായിട്ട് പരത്തി വെക്കുക. ഓരോന്നും ഒട്ടാതെ നോക്കിയിട്ട് പരത്തി വെക്കുകയായിരിക്കും നല്ലത്. ഫസ്റ്റ് ഡേ അങ്ങനെ ചെയ്താൽ മതിയാവും. അപ്പോൾ നന്നായി അങ്ങോട്ട് പെട്ടെന്ന് ഉണങ്ങി കിട്ടാൻ നമുക്ക് നല്ലതായിരിക്കും. എനിക്ക് അങ്ങനെയാണ് കുറച്ചുകൂടി ഫീൽ ചെയ്തത്. ഇതാണ് നമ്മുടെ ലുക്ക് കേട്ടോ. രാവിലെ വെച്ച് മുതൽ ഇത് ഈവനിങ് ആയപ്പോൾ കണ്ടില്ലേ, ഇത് നന്നായി ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഒരുവിധം നന്നായി തന്നെ ഉണങ്ങിയിട്ടുണ്ട്, നല്ല വെയിലുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അതൊക്കെ മടക്കി എടുത്ത് നമ്മൾ വീട്ടിൽ കൊണ്ടുവെക്കുക. എന്നിട്ട് നേരെ അതേപോലെ തന്നെ സെക്കൻഡ് ഡേയിലും കൊണ്ടുവന്ന് വെക്കുക, ടെറസിൽ പരത്തി അങ്ങ് വെക്കുക. അതെ, സെക്കൻഡ് ഡേ ഈവനിങ് ആയപ്പോഴേക്കും എനിക്ക് നന്നായി ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇനി അത് പാക്ക് ചെയ്യലാണ് പരിപാടി. അപ്പോൾ നമ്മളൊരു നല്ല ജാറിലിട്ട് ടൈറ്റ് ചെയ്ത് വെക്കുക. ഇന്ന് ഞാൻ എന്തായാലും അതൊന്ന് വറുത്ത് ചോറുണ്ണാന്ന് വിചാരിച്ചിട്ട് കയ്പ്പയ്ക്ക വറുത്തിട്ട് ചോറുണ്ണാണ് ചെയ്തത് കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.